ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇസുമോനിന്ന് സോഫയിൽ കിടന്നിട്ടാണ് കേട്ടോ ഉറങ്ങണത്. വെറുതെ അവിടെ കൊണ്ടുപോയി കിടത്തിയപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിയിരിക്കണം. പിന്നെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എണീക്കാൻ ചാൻസ് ഉള്ള കാരണം ഞാൻ അവിടെ തന്നെ കിടത്തിയിട്ടാണ്. വെറുതെ ഇതിനാ റിസ്ക് എടുക്കുന്നത്. പിന്നെ ഞാൻ നേരെ ചെന്നത് അടുക്കളയിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അടുക്കളയിലാണ് നമ്മളെ യുദ്ധം. അപ്പം ഞാൻ അധികം കയറാത്തൊരു സ്ഥലമാണ് കേട്ടോ ഈ അടുക്കള. അപ്പോൾ ഞാൻ എല്ലാവരോടും ഒന്ന് നിരീക്ഷിക്കുകയാണ്. എന്തൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നത് നമുക്ക് അറിയണമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഉമ്മാനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മടി നല്ല ആട്ട് കേൾക്കും. അപ്പോൾ ഇന്ന് നമുക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പായസം ഉണ്ടാക്കാനുള്ള ഐറ്റംസാണ് കേട്ടോ. കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ രാവിലെ കട പോയിട്ട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതാ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് തിളച്ച് കിട്ടണം. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് അടുത്ത ഐറ്റംസൊക്കെ നമുക്ക് എടുത്ത് പുറത്ത് വെക്കണം, ഫ്രിഡ്ജിലിരിക്കുന്ന ഐറ്റംസൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് പാലാണ് കേട്ടോ. പാല് മാത്രം ഫ്രിഡ്ജിലുള്ള, ബാക്കിയൊക്കെ പുറത്താണ് ഇരിക്കുന്നത്. അങ്ങനെ പാല് നമ്മളിതാ എടുത്തിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ പുറത്തേക്ക് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ഐറ്റമാണ് പായസം കേട്ടോ. അപ്പോൾ ഇത് ഫ്ലോപ്പ് ആവുമോ അത് നന്നാവുമോ ഒക്കെ നമുക്ക് ലാസ്റ്റ് എൻഡിങ്ങിൽ കാണാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ വെള്ളം അതവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പകുതി യൂട്യൂബൊക്കെ ഉണ്ട്, പകുതി എൻ്റെതായ ട്രിക്കും പകുതി യൂട്യൂബൊക്കെയാണ്. അങ്ങനെ ആ വെള്ളത്തിൽ നമ്മൾ അട ഇടുന്നുണ്ട്. അടപ്പായസം, പാലടപ്പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അട ഇട്ട ഉടനെ അത് മൂടി വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മളൊരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വെന്ത് കിട്ടും എന്നാണ് യൂട്യൂബിൽ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ട്രിക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അത് നമ്മൾ ഗ്യാസ് സ്റ്റവിൽ വീണ്ടും ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളിയിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പഞ്ചസാര കുറച്ചിട്ടിട്ട് അത് കാരമലൈസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഒരു വട്ടം തന്നെ ഇതുപോലെ പഞ്ചസാര ഞാൻ കാരമലൈസ് ചെയ്തപ്പോൾ എന്തോ അലുവ ഉണ്ടാക്കാനാണ് തോന്നുന്നു. അപ്പോൾ ചെയ്തപ്പോൾ ആകെ അടി പിടിച്ച് കരിഞ്ഞു പോയി ഗൈസ്. അപ്പോൾ അത് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ സംഭവം ഞാനങ്ങനെ ഉരുക്കാൻ നോക്കിയത്. അപ്പോൾ സംഭവം അതവിടെ ഉരുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ എപ്പോൾ ഈ പരിപാടി ചെയ്താലും അത് ഫ്ലോപ്പായി പോവാറാണ് കേട്ടോ ചെയ്യാറ്. പക്ഷെ ഇപ്രാവശ്യം അത് ഓക്കെ ആവുമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷെ ഇപ്രാവശ്യം അത് കോമഡി ആയിപ്പോയി ഗൈസ്. ഞാൻ കഷ്ടപ്പെട്ടിട്ട് അത് കാരമലൈസ് ചെയ്യാൻ നോക്കിയപ്പോൾ സംഭവം അത് വീണ്ടും പഞ്ചസാരയുടെ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഇനി വെള്ളം ഒഴിച്ച കാരണമാണോ എന്താണെന്നറിയില്ല. എന്തായാലും കയ്യിൽ നിന്ന് പോയ അവസ്ഥയായിട്ടാണ്. ഞാൻ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. ഇതിപ്പോൾ പഞ്ചസാര പോയിട്ട് ഉപ്പിൻ്റെ രൂപത്തിലാണ് വന്നിരിക്കണത്. ടേസ്റ്റ് എങ്ങനെയാണ്, മണമൊന്നും കുഴപ്പമില്ല മണത്ത് നോക്കിയപ്പോൾ. അപ്പോൾ ഞാനും അത് കിളി പോയ അവസ്ഥയിലായിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക വെച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പാല് പൊട്ടിച്ചൊഴിച്ച് നോക്കാം, ചിലപ്പോൾ ശരിയായാലോ എന്നും. പിന്നെ ആലോചിച്ച് പാല് പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞപ്പോൾ ആ പാലും വേസ്റ്റ് ആവും, ഉണ്ടാക്കാൻ പോകുന്ന അടിയും വേസ്റ്റ് ആവും, എല്ലാം വേസ്റ്റ് ആവും. അപ്പോൾ വീട്ടിൽ നല്ല ആട്ട് കിട്ടുകയും ചെയ്യും. അതാലോചിച്ചപ്പോൾ അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കാനുള്ള ധൈര്യമില്ല. പിന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ട് ഞാനങ്ങോട്ട് പാലൊഴിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു രൂപത്തിൽ കിട്ടുമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ പായസമായാലും പുഡിങ് ആയാലും മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതാണ് പൊട്ടിച്ചൊഴിച്ചു കൂട്ടാം. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട് കുളമാവുമെന്ന്. എന്നാലും ഇതിപ്പോൾ എന്താ അങ്ങനെ വരാൻ കാരണം എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു പേടിയും കിട്ടണില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ അങ്ങോട്ട് തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് പിന്മാറാൻ ഞാൻ തീരുമാനിച്ചില്ല കേട്ടോ. കുറച്ച് ചീത്ത കേട്ടാലും വേണ്ടില്ല വെച്ചിട്ട്. അപ്പോൾ അതിലിടയ്ക്ക് നമ്മൾ പൊന്നൂസ് നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനക്കുള്ള പാല് റെഡിയാക്കണതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അവനക്ക് പാല് നമ്മളിതുപോലെ ഇങ്ങനെ ഫോർമുല കലക്കി കൊടുക്കാനായിട്ട് ചെയ്യുന്നത്. കാരണം എനിക്ക് പാല് ഭയങ്കര കുറവാണ്, പാലില്ല എന്ന് തന്നെ പറയാം. ഡോക്ടറൊക്കെ കാട്ടി മെഡിസിനൊക്കെ കഴിച്ച് നോക്കിയിട്ട് എന്നിട്ടൊന്നും ആയില്ല. അപ്പോൾ പിന്നെ ഇതല്ലാണ്ട് വേറെ വഴിയില്ല. അങ്ങനെ അതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരെ വീണ്ടും പൂർക്കളത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഒഴിച്ച പാൽ ഇത് അവിടെ ഇങ്ങനെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ അട വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ട് യൂട്യൂബിൽ ട്രിക്ക് എന്തായാലും ഫലിച്ചിട്ടുണ്ട്. അങ്ങനെ അത് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അട അതിലിട്ടിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാനായിട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിൽ അട ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് വഴറ്റി കിട്ടിയ പോലെയാണ് കിട്ടിയത് കേട്ടോ. റോസ്റ്റാക്കി കിട്ടിയില്ല. കണ്ടില്ലേ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കി നോക്കി. ഇതിങ്ങനെ ഭയങ്കര കാണുമ്പോൾ നമുക്ക് നല്ല വെന്ത് ഉടഞ്ഞ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ അതങ്ങനെ അല്ല കേട്ടോ. അത്ര കണ്ട് വെന്ത് ഉടഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും വിചാരിച്ചത് ഇവിടെയും ഫ്ലോപ്പായി എന്നാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ. എനിക്കിത് കണ്ടപ്പോൾ ഇതെന്തപ്പോൾ ഇങ്ങനെയെന്ന് ഞാൻ വിചാരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന പാലിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ പാലട പായസത്തിലായാലും സേമിയ പായസത്തിലായാലും ഒക്കെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. എപ്പോഴും ഉപ്പ് ചേർക്കുന്നത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന അട ഉണ്ടല്ലോ, അത് നമ്മൾ ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കണം.
അപ്പോൾ ഞാനതവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. ഇടുമ്പോൾ എനിക്ക് ഭയങ്കര സംശയമുണ്ട് ഇതിനിപ്പോൾ എങ്ങനെ ഏവുകയെന്ന്. കാരണം ആകെ ഉണ്ട കുത്തിയിട്ടാണ് നമുക്ക് അട കിട്ടിയിരിക്കണത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ആകെ വെന്ത് ഉടഞ്ഞ പോലെ ആയിട്ടാണ് അട ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഇതുണ്ടായിരുന്നു, അവിടെയും കൊളായി എന്ന് കേട്ടോ. അപ്പോൾ ഓരോ ഭാഗം എൻ്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ കൊളായി വരിക എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റിലേക്ക് അതൊക്കെ ശരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിക്കാത്ത രീതിക്ക് തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യമായിട്ടൊരു സംഭവം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല പേടി ഉണ്ടാവും, ഇത് നാശമായി പോകുമോ, നമ്മളെടുത്ത സാധനങ്ങളൊക്കെ വേസ്റ്റായി പോകുമോ. അപ്പോൾ ആ ഒരു പേടിനെ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോ ഘട്ടം കാണുമ്പോഴും അവിടെയൊക്കെ ഓരോന്നിങ്ങനെ ഇതുപോലൊക്കെ സംഭവിക്കുമ്പോഴും നമ്മളിങ്ങനെ വിചാരിക്കും അയ്യോ ഇത് കൊളായത് തന്നെ. അപ്പോൾ ഒരു കോൺഫിഡൻസും ഇല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കുക. പിന്നെ പോരാത്തിന് ഫസ്റ്റിൽ എന്തെങ്കിലും ഫ്ലോപ്പായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് അത് കഴിയുന്ന വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കില്ല. പിന്നെ അതിൽ ഞാൻ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക, എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല അട ഭയങ്കര ഉണ്ട കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നേരം ഇതൊന്ന് നല്ല ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് നോക്കിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല. അങ്ങനെ നമ്മൾ കൊടുക്കാൻ പോണത് നമ്മളെ വീട്ടിലെ VIPക്കാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനതൊരു ഗ്ലാസിൻ്റെ ബൗളിലെടുത്തിട്ട് ഇതാ നമ്മളിങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലൊരു VIP ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവൾക്കാണ് നമ്മൾ ആദ്യം കൊടുക്കാൻ പോണത്. അങ്ങനെ ഇതാ മെല്ലെ പോയിട്ട് VIP കുറച്ച് അന്തം കുറവായ കാരണം കുറച്ച് കാട്ടിക്കൂട്ടലൊക്കെ ഇപ്പോൾ കാണാം കേട്ടോ. അങ്ങനെ ഇത് അവളത് പിടിക്കുന്ന സ്റ്റൈൽ നോക്ക്, ഗ്ലാസിൻ്റെ ബൗളാണ് കേട്ടോ പിടിക്കുന്ന സ്റ്റൈൽ. ഇതൊക്കെയാണ് കയ്യിലിരിപ്പ്. അങ്ങനെ ഞാനത് അവളയിൽ കൊടുക്കാതെ നേരെ കൊടുന്നിട്ട് മറ്റേ ഇവിടെ വെച്ച് കൊടുത്തു. കാരണം കയ്യിൽ കൊടുത്താൽ അതെന്തായാലും പണി പാളെന്ന് മനസ്സിലായി. മതി ആറിയുണ്ടാവും. കുടിക്കേ. അപ്പോൾ അവൾ ശരിക്കും പറയുകയാണോ അതോ വെറുതെ കളിക്കുകയാണോ എന്ന് അറിയാത്ത അവസ്ഥയായിട്ട് എനിക്ക്. അവൾക്ക് ആദ്യം ടേസ്റ്റ് കൊടുത്തിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായി. അഭിനയമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനതൊരു പാത്രത്തിൽ കുറച്ച് പായസം എടുത്തിട്ട് 2 പപ്പടം വെച്ചു. എൻ്റെ മോനോട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഗൈസ്. അതിനിടയ്ക്കാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കും, ഉമ്മാനെ ഏൽപ്പിച്ചിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ഇനി എന്തായാലും വീഡിയോ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ചെക്കനവിടെ ഭയങ്കര കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിതാ ടേസ്റ്റ് നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ ഫ്ലോപ്പായൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.